ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അച്ഛാ, ഐ ആം ഓഡിബിൾ? Yes, yes. Yeah. So thank you very much. ഇങ്ങനെ ഏറ്റവും അനുഗ്രഹീതമാകുന്ന ഒരു സമയം എനിക്ക് ലഭിച്ചതിൽ പ്രിയപ്പെട്ട പ്രിൻസ് കോരേശനും സാനുവും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഹെബാൾ മാർത്തോമ ചർച്ചിൽ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ജോൺ ജോറച്ചൻ്റെ വണ്ടി കൊണ്ടുപോകാൻ. ജോൺ ജോറച്ചൻ്റെ കാർ ഓടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരാൻ ഞാനായിരുന്നു. ഒരു രാത്രിയിൽ അവിടെ വന്നു, പിറ്റേ ദിവസം രാവിലെ കാർ ഓടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വന്നു. അതുമാത്രമാകുന്നു ഹെബാൾ മാർത്തോമ ഇടവകയുമായിട്ടുള്ള ഒരു ബന്ധം. സോ എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാനൊരു മുഖവരയില്ലാതെ ഡയറക്റ്റ് ഈ ഭാഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം എനിക്ക് 8:30 ആകുമ്പോഴത്തേക്കിന് അഭിനന്ദ തിരുമേനയുടെ അടുക്കൽ ചെല്ലേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഓടി വന്നതാകുന്നു. ഇനിവേ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും ധന്യമായി തീരട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും സാനുവിനോടുള്ള നന്ദിയും ഭാരവാഹികളോടുള്ള സ്നേഹവും എല്ലാം അറിയിക്കുന്നു. യൂത്ത് ലൈഫ് ഫോക്കസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. യൂത്ത് ലൈഫ് ഫോക്കസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. സോ ഈ ഒരു പാർട്ടിനെ 3 മാറ്റുന്നു. വാട്ട് ഈസ് ലൈഫ്? ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് വാട്ട് വി ഫോക്കസ്ഡ്, ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ്. 3 പാർട്ടാണ് ഈ ഒരു ഭാഗത്തിലൂടെ പോകുമ്പോൾ. അവസാനം എത്തുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ചില ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഹംബിൾ റിക്വസ്റ്റ് ആദ്യം, നെറ്റ്വർക്ക് കവറേജ് ഓക്കെ ആണെങ്കിൽ പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോസ്. കാരണം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. താങ്ക് യു വിന്നി, താങ്ക് യു കെസിയ കുട്ടി, താങ്ക് യു. എനിക്ക് കുറച്ച് പേരെയൊക്കെ കാണാം. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ മുഖത്ത് നോക്കി 10 വർത്താനം പറയണം എന്ന് വലിയ ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ 1-2 ഗെയിമൊക്കെ കളിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ്. സോ ഈ യൂത്ത് ആണല്ലോ നമ്മൾ ലൈഫിനെ ഫോക്കസ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു വിന്നി. Okay, it's a simple question, but a depth question. You said, what is life? A simple question, what is life? എന്താണ് ജീവിതം? വിന്നി, എന്നോട് അച്ഛൻ പറഞ്ഞു ഹെബ്ബാൾക്കാരെന്ന് പറഞ്ഞ പുലികളാണ്, വൻ സംഭവമാണ്. ഇല്ലെങ്കിൽ ഞാൻ കെസിയയിലേക്ക് പോകും. കെസിയ ഈസ് റെഡി അല്ലേ? കെസിയ, ഐ സീ യുവർ ഫേസ് is something answer. ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ പാസ് ചെയ്തോട്ടെ. അയ്യടാ, എന്തൊരു തന്തോയം എനിക്കറിയാം, ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, കെസിയ കുട്ടി, വാട്ട് ഈസ് ലൈഫ്? Life is experiences of good and bad. ഓക്കെ, ലൈഫ് ഈസ് എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ അല്ലേ? ഓക്കെ, താങ്ക് യു. സാനു പറഞ്ഞ പോലെ ഞാനൊരു 16 ക്യാമ്പസിലാണ് വികസിയ വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തെ 16 ക്യാമ്പസ് ഉണ്ട്. ഈ 16 ക്യാമ്പസിൽ ഞാൻ പിള്ളേരോട് ചോദിക്കും, എടാ ലൈഫ് എന്താ? ഉടനെ അവരും കെസിയ പറയുന്നുണ്ട്, അച്ഛാ ഇറ്റ്സ് എ ത്രില്ലിംഗ് ലൈഫ് എക്സ്പീരിയൻസ്. ആ വാക്കുണ്ട്, ത്രില്ലാണ്. മറ്റേ മലയാളം ചിലവർ പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛാ അടിപൊളിയാ. വാട്ട് ഈസ് അടിപൊളി? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് അടിപൊളി. അടിപൊളിയാ. ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് ലൈഫ്, അപ്പൊ അവൻ പറയാണ്, അച്ഛാ കട്ടപ്പുകയാ. വാട്ട് ഈസ് എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഈ കട്ടപ്പുക? ഇത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇത് കേരളത്തിലെ പിള്ളേരുടെ ലാംഗ്വേജ് ആണ്. കട്ടപ്പുക അവിടെ ഉണ്ടോ കെസിയ? ഇല്ലല്ലേ? ഓക്കെ, താങ്ക് യു. അവിടെ ഇല്ല. വേറൊരു കെസിയ ബൈജു ഈസ് ഹിയർ. കെസിയ ബൈജു, കട്ടപ്പുക ബാംഗ്ലൂരിലുണ്ടോടാ? എക്സ്പീരിയൻസിൽ കട്ടപ്പുകയുണ്ടോ അവിടെ? ഇവിടുത്തെ കേരളത്തിലെ ആൾക്കാർ പറയുന്ന അച്ഛാ കട്ടപ്പുകയാ. വാട്ട് ഈസ് കട്ടപ്പുക? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്നാൽ വാട്ട് ഈസ് ലൈഫ് ഒരാളോട് ചോദിച്ചപ്പോൾ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പയ്യൻ ഒരു മലയാളം പാട്ട് പാടി. ആ പാട്ട് ഞാൻ പാടാൻ പോവാണ്. ഇറ്റ്സ് എ മലയാളം മൂവി സോങ്. ആ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ഫേസ് ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് വല്ലതും കത്തുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെയാണ് ആ പാട്ട്. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. ആർക്കും കത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവൻ ആ പാട്ട് അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അച്ചച്ച നോക്കിയാൽ എൻ്റെ ലൈഫ് ഒന്ന് അടിപൊളിയാക്കാം. ഞാൻ ചോദിച്ചു എങ്ങനെ? അച്ചച്ച മെക്കിലെ ആ പെങ്കൊച്ചിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് പറയാമോ, ഞാൻ നല്ല സ്മാർട്ടാന്ന്, ഞാൻ നല്ല എനർജറ്റിക് ആന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ലൈം വലിച്ചു തരാമെങ്കിൽ എൻ്റെ ലൈഫ് അടിപൊളിയാണ്. എന്നിട്ട് അവൻ പറഞ്ഞ വിരഹമാണ്, സങ്കടമാണ്. ആ എക്സ്പീരിയൻസ് എന്ന വാക്ക് പറഞ്ഞപ്പോൾ 3 ആംഗിളിലേക്ക് പോയി. എന്നാൽ വാട്ട് ഈസ് ലൈഫ്? കെസിയ ഈസ് റൈറ്റ്. ദ ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്. Then
Any other answers from the floor? What is life? One of Jacob women's auntie, good evening. Any experience from you? What is life? Any answer from you? Abel, any answer? Abel, is your sister is there? Is Sister G, any answer from what is life? എന്താ അച്ഛാ ഇവരിങ്ങനെ സങ്കടത്തിയിരിക്കുന്നത്? Asha, Susan, what is life? ദൈവമേ, എന്നോട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ പുലികളാ. സനോജ് ഭയ്യ, what is life? Life is a blessing given to us by God. Life is a blessing given us from God. That's ഞാൻ വെയിറ്റ് ചെയ്ത ആൻസർ ഇതായിരുന്നു. I want that answer. Yeah, good. ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. Just we see this video. This is a marriage function. ആ സോങ് ഒന്ന് ശ്രദ്ധിച്ചോണം. This is life. This is life. Sanwa sir പറഞ്ഞത് this is a gift from God. This is life. Gift എന്ന് പറയാൻ കാരണം the next second നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. We don't know. We don't know what happened in this next second. This is life. So Sanwa സാറിന്റെ കൂടെ ഞാനും കൂട്ടട്ടെ. What is life എന്ന് ചോദിച്ചാൽ it's a life is a precious and the life is a valuable gift from God. Life is a precious and life is a valuable gift from God. But the question is this. I know life is, but God's gift to you, what will you do with your life for God? The life is a God's gift to you. Yes, right? But ഞാൻ പറഞ്ഞല്ലോ 3 ആംഗിളാ. What is life? What we focus and what is word of God. What is life in ഉത്തരം നമുക്ക് കിട്ടി? The life is a gift from God. The other questions നമ്മളോട് ചോദിക്കുന്നു, what will you do? What will we do with our life for God? ഈ യൂത്ത് വീക്കിൽ ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. My past is a waste paper. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോരുത്തരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. എനിക്ക് ചോദിക്കും, ഇങ്ങനെ ചോദിച്ചു പോകുന്ന രസം. My present is a newspaper. This question is to Tasha Susan. Yeah. എല്ലാവരും ക്വസ്റ്റ്യൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തു. എനിക്കങ്ങ് സന്തോഷമായി. എന്തൊരു നല്ല ഹെബാളുകാരാണെന്നറിയാമോ. അച്ഛൻ്റെ വില നിങ്ങൾ കളയരുത് കേട്ടോ. നിങ്ങൾ സ്മാർട്ടാണ്, എനിക്കറിയാം. ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മീറ്റിംഗ്സ് കയറാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാപ്ലൈന്മാരുടെ നേതാവായിട്ടുള്ള അച്ഛന്മാരൊക്കെ വന്ന് നിങ്ങൾക്ക് എടുത്തതായിട്ട് എനിക്കറിയാം. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. Tasha, my past is a waste paper, not you, me. Okay, my past is a waste paper. My present is also a newspaper, and my future is a lot of question paper. And so I will read and write carefully. Allah engil Tasha, what is our life? Kesia adande kili poyadu irikkunnu. Kesi kutti endana? My past is a waste paper. My present is a newspaper. My future is a question paper. So I will read and write carefully. Otherwise, my life will be a tissue paper. ഈ യൂത്ത് വീക്കിൽ ടിഷ്യൂ പേപ്പർ ആകാനുള്ളതല്ല നമ്മുടെ ലൈഫ്. ഇറ്റ്സ് നോട്ട് ടിഷ്യൂ പേപ്പർ ആകാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ലൈഫ്. സോ ഐ വിൽ ബി റീഡ് ആൻഡ് റൈറ്റ് കെയർഫുള്ളി. അവിടെ നമ്മുടെ ജീവിതം തിരിച്ചറിയാനായിട്ട് പറ്റും. Our life is a precious, our life is a valuable gift from God. But ഈ ലൈഫിൽ what we focus എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് ഗിഫ്റ്റ് തന്ന ദൈവത്തെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. We focus only on this world. We focus only on lot of material things, or we focus on our styles. ആദ്യം ബ്രദർ എന്നോട് പറഞ്ഞു, the life is a gift from God. Yes, life is a gift from God. പക്ഷേ ഈ ഗിഫ്റ്റ് നൽകിയവന് വേണ്ടി നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാ? പക്ഷേ നമ്മുടെ ഫോക്കസ് പലപ്പോഴും വേൾഡിലേക്കാ. ഞാൻ 1-2 ഫോട്ടോസ് കാണിക്കാം. എങ്ങനെയുണ്ട് ഈ ഫോട്ടോ? ദിസ് വാസ് ഇഗ്വാന. എങ്ങനെയുണ്ട്? സ്റ്റൈലാണോ? നല്ല ലുക്കല്ലേ? ഭയങ്കര സ്റ്റൈലാ. ഇതെനിക്ക് തന്നത് നമ്മുടെ ഒരു യൂത്താണ്.
മാർത്തോമക്കാരനാണ്. ഇറ്റ്സ് നോട്ട് മാർത്തോമ, ഞാനത് പറയാം. എൻ്റെ സെൻറ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ കോൾഡ് മീ ഇൻ ദ മോർണിംഗ്, ഐ മീൻ ഒരു 4 or 5 years back, and said that, chaplain, one of our students head there is an iguana. ഞെട്ടിപ്പോയി ഞാൻ. ദൈവമേ, എങ്ങനെയാണ് തലയിൽ ഓന്തിരിക്കണേ? ഐ എം ഷോക്ഡ്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്തുവാ മാം പറയുന്നത്, തലയിൽ ഓന്തോ? അപ്പം പറഞ്ഞു, ഹോസ്റ്റലിൽ അത്യാവശ്യമായിട്ട് വരണം. ഞാൻ ആ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവനോടൊരു ചോദ്യം ചോദിച്ചു, എടാ, where do you get this hairstyle? നിനക്ക് എവിടുന്നാണ് ഇത് കിട്ടിയേ? And also I told, how much rupees ഈ ഒരു സ്റ്റൈൽ ആക്കിയെന്ന് എത്രയായി? ഉടനെ അവൻ പറയാണ്, chaplain, it's just 2,500 only. It's just 2,500. I asked again, for why are you keeping this on your head? Why are you keeping this on your head? അവൻ എന്നോട് പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. Chaplain, if I walk like you, nobody look at me. If I spend 2,500, at least 25 girls will look me. Even though they do not look at my face, at least they will look at my hairstyle. ചാപ്ലൈൻ്റെ കിളി പോയി. എങ്ങനെയുണ്ട്? സ്റ്റൈലല്ലേ? What is life? What is life? What we focused in this life? Lot of youths of these Marthamites, we focused on this type of styles. ചോദ്യങ്ങളാ കേട്ടോ. നിങ്ങൾ ഇങ്ങനൊന്നും അല്ല എന്ന് എനിക്കറിയാം. അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങളെല്ലാവരും നല്ലവരാ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. രണ്ടാമത്തെ ഫോട്ടോ എന്നാ സ്റ്റൈലാന്ന് പറയാം, അടിപൊളി. ഞാൻ ഒരു അർബോറൻ ചാപ്ലൈൻ ഒന്നും അല്ല കേട്ടോ. ഐ എം നോട്ട് അർബോറൻ ചാപ്ലൈൻ കേട്ടോ. ഐ എം നോട്ട് അർബോറൻ ചാപ്ലൈൻ. എൻ്റെ ട്രിവാൻഡ്രത്തെ പിള്ളേരോട് ചോദിക്കണം. അപ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ അടിപൊളിയാ. ബട്ട് എനിക്കൊരു സംശയം എനിക്കുണ്ടായത്, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒത്തിരി വർക്കുണ്ട്. ബസേരിയോസ് ക്യാമ്പസിൽ ഫെലോഷിപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റൈലുമായിട്ട് വന്നു. ഇറ്റ്സ് ലോ വേസ്റ്റ് എന്നാണ് പറയാറുള്ളത് നാട്ടിൽ, കേരളത്തിൽ. ഈ ലോ വേസ്റ്റ് ഇതുകൂടെ നടക്കുന്ന സമയത്ത് ഞാൻ ആകെ അങ്ങ് ടെൻസ്ഡ് ആയിരുന്നു, വല്ലാതെ ടെൻസ്ഡായി. കാരണം ഇപ്പം ഊരി എല്ലാം താഴെ പോകുന്നില്ല പോലെ തോന്നി. ഇപ്പം അത് കഴിഞ്ഞിട്ട് പ്രെയർ എല്ലാം കഴിഞ്ഞ് ഒരു ഷൂ ഇടാനായിട്ട് താഴെ വന്ന് കുനിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി നെയിം വായിക്കാൻ പറ്റി. VIP ഫാമിലി നെയിം എലാസ്റ്റിക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഹായ് VIP. ഉടനെ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്നോട് പറയാണ്, അച്ഛാ ഇറ്റ്സ് ദ ട്രെൻഡ് അച്ഛാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇട ഇതെന്തിനാടാ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത്? ഉടനെയും ആ ഇഗ്വാന വെച്ചവൻ പറഞ്ഞതുപോലെ പറയുന്നത്, അച്ഛാ ഇറ്റ്സ് ദ ട്രെൻഡ്. എന്നിട്ട് എന്നോട് പറയാം, അച്ഛനെ കണ്ട ബോറാ അച്ഛാ. ഞാൻ എൻ്റെ തഷ, ഞാൻ ബോറനാണോ? കണ്ടിട്ട് ഒരു ബോറൻ ലുക്കാണോ? മൊബൈൽ ഞാൻ വിട്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രീന കൊച്ചമ്മ എൻ്റെ മുമ്പേ വന്നായിരുന്നു. എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇൻ 1980 നമ്മൾ ആമ്പിള്ളാർ ഡ്രസ്സ് ധരിച്ചിരുന്നത് ഇങ്ങനായിരുന്നു. നല്ല സ്റ്റൈലല്ലേ? ഇൻ 1990 നമ്മുടെ സ്റ്റൈല് ഇങ്ങനായി. ഹൗസ് ഇറ്റ് ദിസ് സ്റ്റൈൽ? സൂപ്പർ ആയിരുന്നു കേട്ടോ. 2000 ആയപ്പം ഇതായി. ഇനി പ്രിൻസ് കോരാച്ച പ്രാർത്ഥിച്ചോണം, ഹൗ ദേ വിൽ ഇൻ 2030 ഇതായിരിക്കും സ്ഥിതി. ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളോട് പറയും, അച്ഛാ ഇറ്റ്സ് എ ട്രെൻഡ് അച്ഛാ, ഇറ്റ്സ് എ ട്രെൻഡ്. എന്തിനാ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? നമുക്കൊരു ഫോക്കസ്. What we focus on this word, focus on these styles. എന്തിനായി കാണിക്കുന്നത്? എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ, എൻ്റെ ലൈഫ് തന്നവനെ പ്രൊജക്റ്റ് ചെയ്യാനല്ല, എന്നെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി. സോ വേൾഡിലേക്ക് we focused on this world, we focused on these material things, we were focused on these styles. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. So we missed God in this സ്റ്റൈൽസിൻ്റെ ഒക്കെ ഇടയിൽ, in this വേൾഡിൻ്റെ ഇടയിൽ. So we missed God. നമ്മുടെ പ്രയോറിറ്റൈസ് എന്തൊക്കെയാ? ഈ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടട്ടെ. ഇവിടെയാണ് ഓപ്പൺ ആൻഡ് റീഡ് ആൻഡ് സീക്ക്. Open and read and seek through the word of God. Jesus, youth,
life focused on the word of God. St. John chapter 1, 1 to 28. ഇവിടുത്തെ ഇന്നത്തെ ധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹമാവട്ടെ. ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം. വാട്ട് ഈസ് ലൈഫ്? ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. സനോജ് സാർ, താങ്ക് യു. ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്. താങ്ക് യു. ബട്ട് വാട്ട് വി, നമ്മൾ ഈ ദൈവത്തിന് വേണ്ടി എന്ത് കൊടുത്തു? ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. And the second one is focused. What we focused on this world, on material things, so and so. ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തട്ടെ. And the third, word of God. St. John chapter 1, 1 to 28. So close your eyes and let's pray. O Lord, our rock and redeemer, guide our thoughts. O Lord, open our hearts. O Lord, open our minds to hear you. In the Jesus name we pray. Amen. പ്രിയപ്പെട്ട പ്രിൻസ് കോരച്ചൻ ഉള്ളത് കൊണ്ട് അച്ഛൻ ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അച്ഛൻ ഒരു മൽപ്പാൻ അച്ഛൻ എന്ന ഗണത്തിൽ ഈ കീടയും ബർന്നബാസ് തിരുമേനി പറഞ്ഞതുകൊണ്ട് ആ വാക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അച്ഛൻ ഈസ് എ മൽപ്പാൻ അച്ഛൻ. സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു പോകുന്നത്. പിള്ളേരെ നിങ്ങൾക്ക് ബോറാകത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. So St. John, and the author is St. John. നമുക്കറിയാം. That's around 90 AD 90 to 110 ആയിരുന്നു. What is the ultimate purpose എന്ന് ചോദിച്ചാൽ വേർഡ്സ് 20:31 ആണ്. ആ വേർഡ്സ് 20:31 is this, but this are written so that you may believe that Jesus is the Christ, the Son of God, and that by believing you may have life in his name. This is John യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ കാതൽ. What is the ultimate purpose എന്ന് ചോദിച്ചാൽ ഇതാണ്, ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ഗോഡ് എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നതാണ്. അതോടൊപ്പം തന്നെ യോഹന്നാൻ എഴുതിയതിന്റെ ലേഖനത്തിന്റെ ഇതാണ്, ജീസസ് ഹാസ് ടു ബി ബോൺ ആസ് എ ഹ്യൂമൻ ആൻഡ് ഹു ഡ്വെൽറ്റ് അമംഗ് us as the eternal word of God. ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യ അവതാരം എടുത്തതായിട്ടുള്ള ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്, ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതാണ് യോഹന്നാൻ. ബോറായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നൗ വി ഗോ ടു ചാപ്റ്റർ 1. ചാപ്റ്റർ 1-നെ 2 പാർട്ടായിട്ട് നമുക്ക് മാറ്റാം. ചാപ്റ്റർ 1, 1 to 18 is a prologue. The word became flesh. And the second part is this, 19 to 51 is the beginning of Jesus Christ ministry. ബോറായിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് പോട്ടെ. നമ്മുടെ ചാപ്റ്റർ 1, ടുഡേസ് ചാപ്റ്ററിനെ 2 ആയിട്ട് പാട്ടാം. That's 1 to 28 is the word became flesh and John the Baptist testimony about Jesus. Okay, what is word of God? What is word of God? 3 കാര്യങ്ങൾ പെട്ടെന്ന് 4 കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് എൻ്റെ ധ്യാനം ഞാൻ അവസാനിപ്പിക്കും. What is word of God? അതിൻ്റെ 1-2 വായിക്കുന്ന സമയത്ത് ഇതാണ്, in the beginning was the word. In the beginning was the word, and the word was with God, and the word was God. He was in the beginning with God, word with God, and word was God, and its beginning with God. And then the 4th words is, in him was life, and the life was the light of men. The light shines in the darkness, and the darkness has not overcome it. The word is with God, the word was God, and is beginning with God, and this is the life, and this is the light. So what is word of God? ഒന്ന് ഞാൻ പറയും, the word that have life. The word that have life. ഈ വചനം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് ജീവൻ നൽകുന്നതാണ്. ഈ വചനം ഇത് ജീവൻ നൽകുന്നതാണ്. നമ്മൾ ആമുഖമായിട്ട് വായിച്ച ഭാഗത്ത് തന്നെയുണ്ട്. അതിന്റെ 4ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധ വെച്ച് വായിച്ചോ. In him was life, and the life was the light of men. The life transformed to light. ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഈ വചനം.
എന്നിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, the light shines in the darkness and the darkness has not overcome it. darkness ഏതൊരു യൂത്തിനും ജീവനാണ് ഈ വചനമെങ്കിലും ജീവിതത്തിൽ ചില ഡാർക്ക്നെസ്സിന്റെ അനുഭവം വരുമ്പം നമ്മൾ തകർന്ന് തരിപ്പണമാവുന്നത് ട്രിവാൻഡ്രം പട്ടണത്തിലെ ക്യാമ്പസിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഇതാണ്, വാട്ട് ഈസ് വേർഡ്? The word that have life and that also light. ഏത് അന്ധകാരം വന്നാലും ആ അന്ധകാരത്തിൽ പ്രകാശിക്കുന്നതാണ് ഈ വചനം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എവിടെ പോയാലും ഞാൻ ഈ വ്യക്തിയെ പറയാതെ മുമ്പോട്ട് പോവുകയില്ല. This is Sajith. Sajith met an bike accident at the age of 16. The Sajith's in the സ്ഥലം is in Pothankod near Trivandrum. And now the Sajith's age is 34, something like that. 34 വയസ്സായി. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ എത്ര വർഷമായി സജിത്ത് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ഈ സജിത്തിന്റെ വിതിൻ പെർമിഷനോടാണ് ഈ ഫോട്ടോ കാണിക്കുന്നത്. സജിത്ത് ഇങ്ങനെ കിടക്കുന്നു എന്നറിഞ്ഞ സമയത്ത് ഞാൻ സജിത്തിന്റെ വീട്ടിലൊന്ന് പോയി. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. അപ്പം അകത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടു. The key is kept beside the window. ഞാൻ ആ ജനലിന്റെ സൈഡിൽ കൂടെ കീ എടുത്ത് അകത്ത് കയറി. ഞാൻ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ സജിത്ത് എന്നോട് ചോദിച്ചു, യു ആർ റോബിൻ ചാപ്ലൈൻ? ഞാൻ പറഞ്ഞു, യാ, ഐ ആം റോബിൻ ചാപ്ലൈൻ. അപ്പോൾ അവൻ പറയാണ്, അച്ഛനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നിട്ട് സജിത്ത് എന്നോട് പറഞ്ഞു, അച്ഛ എന്നെ ഒന്ന് തിരിച്ചു കിടത്താമോ? ആ സമയത്ത് ഞാൻ ചോദിച്ചു, വേർ ഈസ് യുവർ മദർ? അപ്പം പറഞ്ഞു, my mother is working as a sweeper job at Pothankod Homeo Dispensary. Every morning she will go for the job and lock the door. Then after 3 o'clock she will be come back. ആ സമയത്താ ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്. ഇവൻ എന്നോട് പറഞ്ഞു, ചാപ്ലൈനെ എൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാമോ? ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് മുമ്പോട്ട് ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചാപ്ലൈൻ, ഗ്ലൗസ് ഈസ് ദയർ. ഗ്ലൗസ് ഒന്ന് വിയർ ചെയ്യുന്നത് നല്ലതാ, കാരണം എൻ്റെ ബാക്ക് മുഴുവൻ ബെഡ് സോറാ. ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്ലൗസ് വേണ്ട. അപ്പം പറഞ്ഞു, ഇല്ല ചാപ്ലൈനെ, പറ്റില്ല. എന്നാൽ ഞാൻ ഗ്ലൗസ് ഇല്ലാതെ അവനെ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് തിരിച്ച സമയത്ത് ഫോർ ദ ഫസ്റ്റ് ടൈം ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള പുഴുവിനെ ഒരു 16 വയസ്സുള്ള യൂത്തിന്റെ ദേഹത്ത് ഞാൻ കണ്ടിട്ടില്ല അതുവരെ. A living worms in a living human body. ഞാൻ അതുപോലെ തന്നെ തിരിച്ചു കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, സജിത്ത്, സോറി, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. പക്ഷെ അന്നേരം ഞാൻ കണ്ട ഒരു കാഴ്ച, നിങ്ങൾ ആ റൈറ്റ് ഹാൻഡിലേക്ക് ഒന്ന് നോക്കിക്കോ. റൈറ്റ് ഹാൻഡ് ഇരിക്കുന്നത് ഒരു ബൈബിളിന്റെ പുറത്താ. He kept his right hand on the top of the Bible. ഞാൻ അവനോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? Where do you get this Bible? ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ വീടിനടുത്തുള്ള ഒരു പാസ്റ്റർ എനിക്ക് കൊണ്ട് തന്നതാ. അത് കഴിഞ്ഞ് സജിത്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, ആഫ്റ്റർ ദ ആക്സിഡന്റ് ലോട്ട് ഓഫ് ടൈം ഐ വിഷ് ടു സൂയിസൈഡ് ബട്ട് ഐ കാൺട്ട്. പലപ്പോഴും എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇച്ചിരി വിഷം മേടിച്ച് തന്നെ എന്നെ അങ്ങ് കൊന്നേക്കെ. ബട്ട് അമ്മ പോലും അത് ചെയ്തില്ല. ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ബൈബിൾ I was some more
what powerful the Bible is in my life. Darkness ആ സജിത്തിന്റെ ലൈഫിൽ ഇന്ന് ഇയേഴ്സ് ആയി ഇങ്ങനെ തന്നെ കിടക്കുക. അതേ കട്ടിലിൽ സജിത്ത് ഇങ്ങനെ തന്നെ കിടക്കുക. പക്ഷെ സജിത്ത് പറയുകയാണ്, ഈ ബൈബിളാണ് എൻ്റെ ലൈഫ്. ഡാർക്ക്നെസിന്റെ മധ്യേ ലൈറ്റാണ് ഈ വചനം. സോ ഈ സജിത്തിന്റെ വീട് ഇതാണ്. ഞാൻ ഫസ്റ്റ് ഡേ പോയി എടുത്ത ഫസ്റ്റ് ക്ലിപ്പായത്. എന്നാൽ എനിക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റില്ല. ട്രിവാൻഡ്രം യൂത്ത് ഇന്നും സജിത്തിനെ ഏറ്റെടുത്തു. ട്രിവാൻഡ്രം യൂത്ത്. സജിത്തിന്റെ ഇന്നത്തെ ബന്ധം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മാർത്തോമ യുവജനങ്ങളാ. ഞങ്ങൾ 2018 എ സെലിബ്രേഷൻ വിത്ത് ദ നീഡി എന്ന് പറഞ്ഞ് ഡിസംബറിൽ ഒരു ഗിഫ്റ്റ് സജിത്തിന് കൊടുത്തു. അവന്റെ വീടൊക്കെ ഞങ്ങൾ പണിഞ്ഞു കൊടുത്തു. അന്ന് അഭിവന്ദ്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയ ആ വീട് കൂദാശയ്ക്ക് വന്നത്. ആ റിനോവേഷൻ സെറമണിയിൽ ജോസഫ് മാർ ബർണബാസ് തിരുമേനി സജിത്തിനോട് ചോദിച്ചു, നിനക്ക് എന്ത് ഗിഫ്റ്റ് ഞാൻ തരണം? ഉടനെ സജിത്ത് പറഞ്ഞത് ഇതാണ്, തിരുമേനി, ഐ വാണ്ട് വൺ റേഡിയോ ബൈബിൾ. ഐ വാണ്ട് വൺ റേഡിയോ ബൈബിൾ. കാരണം എൻ്റെ കൈ കൊണ്ട് ഈ ബൈബിൾ വായിക്കാൻ പറ്റില്ല. ലൈഫ്, വാട്ട് ഈസ് ലൈഫ്? വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്? The word of God gives light and life. Don't forget it. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അന്ധകാരത്തിന്റെ മുമ്പിലും ഈ വചനം വെളിച്ചമാ. ഈ വചനം ജീവനും ചൈതന്യവും നൽകുന്നതാണ്. Don't forget Hebal Youth. ഇത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. ആ ടഷായും ഒക്കെ ഭയങ്കര സങ്കടപ്പെട്ടത് കേട്ടോ. സജിത്തിന്റെ മുമ്പിലൊന്നും പോയി ഇവിടെ വരാമെങ്കിൽ ഞാൻ സജിത്തിന്റെ അടുക്ക കൊണ്ടുപോകാം. സജിത്തിന്റെ അടുക്ക പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ സങ്കടത്തിൽ ഇരുന്നാൽ സജിത്ത് ഇങ്ങോട്ട് തിരിച്ചു പറയും, എന്ത് ബോറാ കൊച്ച നീ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ട് ആദ്യമൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ സജിത്ത് ഇങ്ങോട്ട് പറയും, ചുമ്മാ അത് എന്നെ കൂടെ കരയിപ്പിക്കാതെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കാൻ പറയും. അതുകൊണ്ട് നമുക്കൊരു സ്മൈലി കോntest എടുക്കാം. അച്ഛാ, ഒരു ഗെയിം കളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു പേപ്പർ എടുക്കാം, ഒരു പേന എടുക്കാം. കാരണം ഇത്രയും എടുത്തപ്പോഴേ ബോറായെന്ന് എനിക്കറിയാം. ഓക്കെ, എടുത്തോ ഒരു പേപ്പർ പേന. അച്ഛാ, ജയിക്കുന്ന ആൾക്ക് അച്ഛൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഒരു 500 rupees വരെയുള്ള ഗിഫ്റ്റ് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. അച്ഛൻ നേരിട്ട് കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോണം. ഇല്ല, എൻ്റെ അനിയൻ എന്നൊക്കെ തള്ളിയ ആ വെൽക്കം പറഞ്ഞ സാനുവിനോട് പറഞ്ഞേര്, അവന് വല്ല സാലറിയോ അലവൻസോ വല്ലതും കൊടുക്കുന്നുണ്ട്, 500 രൂപ കുറച്ച് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. സോ ഈ സ്മൈലി കോntestന്റെ ഇതാണ്, ഡ്രോ ആസ് മെനി സ്മൈലീസ് ആസ് യു ക്യാൻ ഇൻ 30 seconds. 30 seconds ആണ് നിങ്ങളുടെ മുമ്പിലുള്ള സമയം. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിരിക്കുന്നതോ കരയുന്നതോ ഏത് സ്മൈലിയും വരയ്ക്കാം. ടഷ, തുടങ്ങരുത്, ഞാനൊന്ന് ടൈം പറഞ്ഞോട്ടെ പ്ലീസ്. എനിക്ക് മനസ്സിലായി കളിക്കാനുള്ള ത്രില്ലാണെന്ന് എനിക്കറിയാം. സോ റെഡി, 1. ഏബൽ റെഡിയാ? യാ, ഓക്കെ, വെൽ ഗുഡ്. കെസിയ ബൈജു റെഡിയാണ്. സാറ ജെയിൻസ്, വിന്നി സാറ ജെയിൻസ്, ഓക്കെ. സെൽവിൻ, okay. Jacob Women's are ready. Okay, very good, Andy. Thank you. Thank you very much. Okay, ready? Let's start. Draw as many smileys as you can in 30 seconds. Ready? 1, 2, 3, start. Come fast, come fast. 2 seconds കഴിഞ്ഞിരിക്കുന്നു. 6 seconds കഴിഞ്ഞിരിക്കുന്നു. 7, 8, 9. Tasha, come on. 11, 12, 13, 14. എന്റെ ദൈവമേ, സ്പീഡിൽ പോട്ടെ. കെസിയ, come on. കൊച്ചമ്മ വരച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തഴിയോ. 20, 21, 22. ഏബൽ, come on. 25, 26, 27, 28, 29, 30. Stop. Stop. Just count and please chat karo. Just count and chat. നൈസ് ടോക്ക്. ആരും ഇങ്ങോട്ട് ഇപ്പം ചാറ്റ് ചെയ്യില്ല. നൈസ് ടോക്ക് ഒന്നും നൈസ് ആയിട്ടില്ല കേട്ടോ, ഒന്നും നൈസ് ആയിട്ടില്ല. ഓക്കെ, വിന്നി സാറ വിൽസൺ ഇസ് 9. വെരി ഗുഡ്, പോരട്ടെ. ഓ, തഷ 23, ഏബൽ 24, കെസിയ 9. ഓക്കെ, 1807 something 36. Is it Tejas Thomas? Yeah, Tejas, wonderful. 36. Oh, Lijo Jacob is 40. Lijo Jacob is from Trivandrum. Lijo Jacobന് സമ്മാനം കൊടുക്കുന്നതല്ല, കാരണം ലിജോ എൻ്റെ എല്ലാ മീറ്റിങ്ങിനും കയറുന്ന ടീമാണ്. അതെനിക്ക് ഉറപ്പാണ്.
ലിജോ എന്റെ പുറകെ ഉണ്ട്, ലിജോയ്ക്കില്ല. ജെറുസലേം MTC ഹെബ്ബാൾ നന്മ ഇറ്റ്സ് 27. ഓക്കെ, വെരി ഗുഡ്. സെൽവിൻ is 11, Sandra is 19. Very good, very good. Okay. Joel is 27. Very good. Hebbal, Joel is 27. Okay, Tejas Thomas on 36. 36 and above. ആരേലും ഉണ്ടോ? 36 and above. ലിജോയ്ക്ക് സമ്മാനം ഇല്ല കേട്ടോ. ലിജോ എൻ്റെ കൂടെ നടന്ന് എനിക്ക് തോന്നുന്നു ഈ ഗെയിം ഒരു 10. എൻ്റെ ലിജോ ഈ മെസ്സേജ് കേട്ടാലും ബോറാവത്തില്ല. എത്ര പ്രാവശ്യം നീ ഈ മെസ്സേജ് കേട്ടതാ? ഓക്കെ, തേജസ്, തേജസിന്റെ വീഡിയോ ഞാൻ കണ്ടു. തേജസ്, വെൽ ഡൺ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, നമുക്ക് കളി കഴിഞ്ഞില്ല. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, കളി കഴിഞ്ഞിട്ട് ഞാനല്ല ഫസ്റ്റ് 7 തോന്നുന്നു. പിന്നെ ആരാ ഫസ്റ്റ്? 36 കൗണ്ട് ചെയ്തപ്പം തെറ്റിയതാണോ? അല്ല, എനിക്ക് ബ്രേക്ക് ആവുന്നു തേജസ്. ജോയൽ ആൻഡ് നന്മ 27. കേട്ടില്ല മോളെ? ജോയൽ ആൻഡ് നന്മ 27 ഹൈയസ്റ്റ്. No, Tejas is 36. Tejas is 36, not 27. Tejas is typing here 36. അച്ഛോ, എന്റെ സ്മൈലി സർ. എന്തോ കേട്ടില്ല തേജു? ആരെങ്കിലും കേട്ടാ പറയണേ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ അച്ഛാ. ഓക്കെ, ഞാൻ നാട്ടിലായോണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ വരിക. ഓക്കെ, 36 തന്നെ വരച്ചായിരുന്നല്ലോ അല്ലേ? ഞാൻ കാണിക്കച്ചോ. എനിക്ക് വിശ്വാസമാ, എനിക്ക് അങ്ങേ വിശ്വാസമാണ്. ഓക്കെ, താങ്ക് യു. പക്ഷെ ഫസ്റ്റ് കിട്ടണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ അടുത്ത റൗണ്ടിലെ നമ്മൾ തീരുമാനിക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ നല്ലതായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. ദ തേജസ്, നല്ലൊരു ക്ലാപ്പ് തേജസിന് കൊടുക്കുക കേട്ടോ. തേജസ് മിടുക്കനാണ്, സൂപ്പർ. സോ ഇതേ പാത്ത്, ഇതേ വേ, ഇതേ മെത്തഡോളജി, വൺസ് മോർ വി ഗോ 30 seconds. റെഡി? 1, 2, 3, start. Stop. Count down please, and please chat. തേജസ് ചാറ്റ് ചെയ്തിട്ടോ? തേജസിനായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. ഇപ്പോൾ എത്ര കിട്ടിയെന്നൊന്ന് എനിക്കറിയണം. 30. ഉഴപ്പി. വെരി ഗുഡ്, 30. ഓക്കെ, വിട്ടേക്കുക. പോരട്ടെ, ഇനിയും ചാറ്റിംഗ് തുടങ്ങട്ടെ. Okay, Tasha Susan 34. Very good, Tasha. Keep it up. Okay, Tasha. Sanoj 28. Kezia Baiju and Jerusalem MTC Joel 28. Tasha 34 orthone. Selvin Jaws is 28. Very good. ഇത്രയും പേര് ഇരുന്നിട്ട് ഇത്രയും പേരെ ചാറ്റ് ചെയ്യുന്നുള്ളൂ. Okay, Nanma is 29. Anyone got above 34? Yeah, Joshua got 35. Joshua, please switch on your video. And also unmute. Okay, Joshua is 35. Very good. Joshua is 35. Where is Joshua? Oh, here. Yeah. Okay, very good. എനിക്ക് കാണണ്ട, എനിക്ക് ജോഷുവ വിശ്വാസ. ജോഷുവ പോയി കേട്ടോ. ജെറുസലേം MTC ഹെബ്ബാൾ to everyone. Joel is 39. Where is Joel? Joel is 39. Okay, ആർക്കെങ്കിലും 39 above ഉണ്ടോ? ആർക്കില്ല. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ജോയൽ. ജോയൽ, എന്ത് മൊബൈൽ ഒന്ന് ഓൺ ചെയ്യാമോ? എനിക്ക് ജോയലിനെ കണ്ടില്ല. ജോയൽ എവിടെ പോയാ? ജോയൽ, വീഡിയോ ഓൺ ആക്കൂ. അച്ഛനെ കണ്ടില്ല ഞാൻ. ഓക്കെ, ജോയലെ, ഫസ്റ്റ് റൗണ്ടിൽ ജോയലിന് എത്ര കിട്ടിയേ? 27. ദ സെക്കൻഡ് റൗണ്ട് യു ഗോട്ട് 39. ഓക്കെ, എങ്ങനെ കിട്ടി? അത് ഫസ്റ്റ് ടൈം വരച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടി. സെക്കൻഡ് ടൈം എങ്ങനെ വരയ്ക്കാൻ പറ്റുമല്ലോ. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു ഐഡിയ കിട്ടി, അതുകൊണ്ട് സെക്കൻഡ് ടൈം വന്നപ്പോൾ. ഓക്കെ, ഇനി ഒരാളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ടഷ, ഫസ്റ്റ് റൗണ്ടിൽ എത്ര ആയിരുന്നു യു ഗോട്ട്?
First round 23. 23, something like that. Okay, second round is 30? 23. 34. 34. എന്തോ ഇത്രയും മാർജിൻ ഉണ്ടാവാൻ കാര്യം, ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാൻ കാരണം? ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ സ്മൈലി വരച്ചപ്പോൾ ഞാനൊരു സർക്കിളും വരച്ചു. സെക്കൻഡ് ടൈമിൽ ഞാൻ ഐസ് ആൻഡ് മൗത്ത് മാത്രമേ വരച്ചുള്ളൂ. അതുകൊണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. എന്നാൽ സൈക്കോളജി പഠിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരും ഇല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. പ്രീന കൊച്ചമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പോയനായിരുന്നു ഇപ്പം. ഓക്കെ, എനിവേ മോൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ജോയലും പറഞ്ഞൊക്കെ ശരിയാണ്, എനിക്കൊരു പ്രയാസവും ഇല്ല. ബട്ട് വൺ തിങ്, നിങ്ങൾ ഫസ്റ്റ് റൗണ്ടുകൾ ഞാൻ ഇവിടെ കിടന്ന് ഇപ്പം തീരും 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അമറിയത് തേജസ് കണ്ടായിരുന്നു, തേജസ് കേട്ടായിരുന്നു, ജോയൽ കേട്ടായിരുന്നു? കേട്ടു. നിങ്ങളുടെ സൗണ്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ മുഴുവൻ ഞാൻ എൻ്റെ ശബ്ദം കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ സെക്കൻഡ് ടൈമിൽ ഞാൻ ഇവിടെ മിണ്ടാതെ ഇരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിനേക്കാൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. തേജസ്സിന് എന്തോ അബദ്ധം പറ്റിയത് കൊണ്ടാ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഗുരു പറഞ്ഞത് ഇതാണ്, ഈ ഗെയിമിൽ യഥാർത്ഥമായിട്ട് കളിച്ചാൽ ഫസ്റ്റ് റൗണ്ടിനേക്കാൾ ഒരു സ്മൈലിയെങ്കിലും കൂടുതൽ വരച്ചിരിക്കും ഒരാൾ. ലോട്ട് ഓഫ് സൗണ്ട്സ് ആൻഡ് ലോട്ട് ഓഫ് ഡാർക്ക്നെസ് ഇൻ അവർ ലൈഫ്. അവിടെ പറഞ്ഞല്ലോ വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചപ്പോൾ ദ ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്. The lot of experiences, positives and negatives, lot of experience in our life. But എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എൻ്റെ ജീവനെ ബലപ്പെടുത്തുന്ന തിരുവചനത്തിലേക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് മാറി ചിന്തിച്ചാൽ, ഉറച്ചു നിന്നാൽ ഈ ചുറ്റുപാടുകളിലുള്ള സൗണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അതുകൊണ്ട് വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എ ലൈഫ്, എ ലൈഫ്. ആൻഡ് ദ സെക്കൻഡ്, ടൈം ഒത്തിരി പോകുന്നു, എൻ്റെ മുമ്പിൽ സമയം വളരെ കുറവായതുകൊണ്ട് ഓടിച്ചു പോട്ടെ. ബോറാവുന്നില്ലെന്നാണ് വിചാരം. ആകുന്നുണ്ടെങ്കിൽ ദേവി ഇത് എനിക്കൊന്ന് ചാറ്റ് ചെയ്തേക്കണം കേട്ടോ. അച്ചാ ഇറ്റ്സ് ടു ബോർ, ബോറാന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം നിർത്തിയേക്കാം. ആൻഡ് ദ സെക്കൻഡ്, ദ വേർഡ്സ് 14 is this, and the word became flesh and dwelt among us and we have seen his glory. And നിർത്തി വായിച്ചോണം. And the word became flesh and dwelt among us and we seen his glory as of the only son from the father. Give the answer. Simple ആണിത്. ഇത് ശരിക്കും പഠിക്കാമെങ്കിൽ ഇതിന്റെ ആൻസർ ഉണ്ട്. വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ്? വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ the second is this, word that became flesh and dwelling among us. The answer is Jesus Christ is among us. We realize that the word that became flesh and dwelling among us, and the word became flesh and dwelt among us, and we have seen his glory as of the only son from the father, full of grace and truth. This is Jesus Christ. ഈ വചനം എന്നെ തരുന്നത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ വസിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുന്നതാ. The Jesus is Emmanuel, is with us. എൻ്റെ കൂടെ, നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് തരുന്നതാണ് ഈ വചനം. ആര് കൂടെ ഉണ്ടെന്നുള്ളതാ? ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് തരുന്നതാ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, what we focus on this Jesus Christ. ഞാൻ പുസ്തകമൊക്കെ വായിക്കുമെങ്കിൽ ഒത്തിരി പുസ്തകത്തിലെ കാര്യം പറയാറില്ല. ഞാൻ ഇങ്ങനെ, എനിക്ക് ഈ 18 years ആയി ഞാൻ ഈ ചാപ്ലൈൻസി കഴിഞ്ഞിട്ട്. 18 years എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ ഒത്തിരി പേരുണ്ട്. സജിത്ത് ഉണ്ട്. ദിസ് ഇസ് ജാൻസി സാറ ജെയിംസ്. ജാൻസിയുടെ ഫാദർ ജെയിംസ് അങ്കിൾ ഈസ് വർക്കിംഗ് ആസ് എ സെക്സ്റ്റൺ അറ്റ് കോട്ടയം ജെറുസലേം മാർത്തോമ ചർച്ച്. ജാൻസി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് കോട്ടയമായിരുന്നു. ആ ഇന്റേൺഷിപ്പിൽ പോകുന്ന സമയത്ത് ലോട്ട് ഓഫ് ടൈംസ് ഷീ ഫോളിങ് ഡൗൺ. പലപ്പോഴും തന്നെ അങ്ങ് വീണോളുക. അപ്പോൾ പലപ്പോഴും അവൾ വിചാരിച്ചു തന്നെ പോകുന്ന സമയത്ത് കാല് തട്ടിയതോ അങ്ങനെ വല്ലതും വീണതാണ്. പക്ഷേ അവർ ഹോസ്പിറ്റലിൽ പോയി, വെല്ലൂരിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞത് ഇതാണ്, 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു നെർവ് പ്രോബ്ലമാണ്.
എന്ന് വെച്ചാൽ നെർവിൻ്റെ അകത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും, ഒരു എർത്തിങ് ഉണ്ടാവും. ആ സമയത്ത് അവൾ പെട്ടെന്ന് താഴെ വീഴും. ഈ ജാൻസി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ വന്നു, ആയുർവേദ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്. ഞാൻ ആ സമയത്ത് ജാൻസിയോട് പറഞ്ഞു, ജാൻസി ട്രിവാൻഡ്രം യൂത്ത്സിനോടൊന്ന് സംസാരിക്കാമോ? ആ സമയത്ത് എൻ്റെ കാറിലാണ് ഇവൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ട്രിവാൻഡ്രത്തിലേക്ക് വന്നത്. ഇനി 4 times she has fallen under the seat of the car. 4 പ്രാവശ്യം അവൾ ആ സീറ്റിനടിയിലേക്ക് തെറിച്ചു വീണു. ഞാൻ പേടിച്ചു പോകും. വണ്ടി അന്നേരം ഞാൻ ലെഫ്റ്റിലോട്ട്, അപ്പൊ എന്നോട് അവൾ പറയുന്നതാ, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, അച്ഛൻ വണ്ടി ഓടിച്ചു. ആ പ്രോഗ്രാമിന്റെ സമയത്ത് പോലും 1 or 2 times അവൾ വീണു. ആ വീൽ ചെയറിൽ നിന്ന് അവൾ താഴെ വീണു. ജാൻസി written a beautiful book with her pains and sorrows. ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ മേടിച്ചോണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെ. ഈ പുസ്തകത്തിന്റെ പേരാ. മനോഹരമായ പാട്ടും ഈ ജാൻസി എഴുതിയിട്ടുണ്ട്. ഈ ജാൻസി ആ പുസ്തകത്തിൽ എഴുതിയ വരികൾ ഞാൻ ഇംഗ്ലീഷിൽ ഇപ്രകാരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Pain is so bad to crush my bones. I just feel it's better to die. But when I remember how much pain I suffer just to keep me alive. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ എനിക്കുണ്ടായിട്ടുണ്ട്. സജിത്ത് പറഞ്ഞതുപോലെ മരിച്ചാലോ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ക്രിസ്തു എന്നോടൊപ്പം ഉള്ളതാണ്. ക്രിസ്തു വഹിച്ച പെയിനാണെന്ന് തിരിച്ചറിവാണ് ഇന്നും എന്നെ ജീവിപ്പാൻ അനുവദിക്കുന്നത്. ഈ ജാൻസി എപ്പോഴും എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, അച്ചാച്ചൻ വൈകിട്ട് 8 മണി തൊട്ട് 9:30 വരെ എന്നെ ഫോൺ വിളിക്കരുത്, 9 മണി വരെ. ഞാൻ ചോദിച്ചു എന്താടി? ആ സമയത്ത് എൻ്റെ യേശു അപ്പച്ചൻ, ആ വാക്ക് പോലും ഇതാണ്, നോട്ട് യേശു കർത്താവ്, നോട്ട് യേശു, നോട്ട് കർത്താവ്. ഇവൾ പറയുന്ന യേശു അപ്പച്ചനോടുള്ള സംസാരിക്കുന്ന ടൈമാ. ആ സമയത്ത് അവൾ സ്വിച്ച് ഓഫ് ചെയ്യും മൊബൈൽ, അവൾ റൂമിനകത്ത് കയറും, വേദപുസ്തകം എടുക്കും, പിന്നെ അവൾ കർത്താവുമായിട്ട് അങ്ങ് സംസാരിക്കുക. കാരണം ജാൻസിക്കറിയാം ഈ കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. ജെറുസലേം മാർത്തമ്മ യൂത്ത്, നിങ്ങൾക്കറിയാമോ അവൻ നമ്മോടൊപ്പം വസിക്കുന്ന എമ്മാനുവേല. ജാൻസിയും സജിത്തും വിളിച്ചു ചോദിക്കുക, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? മൂന്നാമത്തേത് ദ ടെസ്റ്റിമണി ഓഫ് ജോൺ. നിങ്ങൾ വായിച്ചോണം കേട്ടോ, 28 വരെ വായിച്ചോണം. എനിക്ക് ഭയങ്കര രസമുള്ള ഒരു ഭാഗം ഇത് കേട്ടോ. നിങ്ങൾ വായിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ഒരു സുഖം തോന്നത്തുള്ളൂ. ദ ടെസ്റ്റിമണി ഓഫ് ജോൺ. ഞാൻ ഈ പ്രസംഗവുമായിട്ട് ഇരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യമാണ്, ഹു ആർ യു? ജോണിനോടാ ചോദിക്കുന്നത്, നീ ആരാ? അല്ല, നീ ആരാ? എന്നിട്ട് ആ സമയത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തോണം, ആ ഒരു സമയം ഓർത്തോണം, ഒരു ജനം ഇങ്ങനെ കാത്തിരിക്കുക, ഒരു രക്ഷകനെ, ഒരു ഹീറോയെ, നമ്മുടെയൊക്കെ വാക്കുകൾ പറഞ്ഞാൽ. ആ സമയത്ത് ജോൺ ദ ബാപ്റ്റിസ്റ്റിനോട് ചോദിക്കുക, ഹു ആർ യു? ആർ യു ആൻ എലീജ ഓർ ആർ യു ആൻ എ പ്രൊഫറ്റ്? ആർ യു ആൻ എലീജ ഓർ ആർ യു ആൻ എ പ്രൊഫറ്റ്? ഞാനായിരുന്നെങ്കിൽ തേജസേ, ജോഷുവ, ഞാനായിരുന്നെങ്കിൽ ചിലപ്പം പ്രിൻസ് കോരേച്ചനൊന്നും പറയത്തില്ല കേട്ടോ, അച്ഛനൊന്നും പറയത്തില്ല, പക്ഷെ ഞാനായിരുന്നെങ്കിൽ തട്ടി വിട്ടേനെ. ഞാൻ എലിയാവാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആ സമയത്ത് നമുക്കൊന്ന് പൊങ്ങാൻ പറ്റിയ സമയം കേട്ടോ. പക്ഷേ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ മറുപടി ഉണ്ടല്ലോ, നീ ആരാ എന്ന് ചോദിച്ച ചോദ്യത്തിന് നീ എന്താ? നിങ്ങൾ ചോദിച്ചതൊന്നും അല്ല. ഐ ആം നോട്ട്. ഇത് വേർഡ് ഓഫ് ഗോഡ് എന്താ പറയണേ എന്ന് ചോദിച്ചാൽ എനിക്ക് നൽകിയ ചിന്ത ഇതാണ്, the word that have testifies. The word that have testifies. എന്നെ സാക്ഷീകരിക്കുന്നതാ വചനം. ഞാൻ ആരാണെന്ന് തിരിച്ചറിയിക്കുന്നതാ വചനം. Word that have testifies. മറന്നുപോവല്ലേ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ കോളേജ് ലൈഫിൽ, നമ്മുടെ എവിടെയും ആവട്ടെ, ഈ സാക്ഷ്യമായി നിൽപ്പാൻ നമ്മളോട് ചോദിക്കും, നീ വലിയ സംഭവം എന്ന സംഭവം അല്ല എന്ന് പറയാനായിട്ട് ഇടയാക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നെണ്ണുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാനൊരു സംഭവമൊന്നും അല്ല. സംഭവം ആരാണ് എന്ന് ചോദിച്ചാൽ അടുത്ത വാക്കിൽ ഞാൻ പറയാം. അതിലേക്ക് പോകും മുമ്പേ നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ വീട് ബാംഗ്ലൂരിലെ ആർക്കേലും യൂത്ത്സിന് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ വേണ്ട? നിങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോർ ഫാദേഴ്സ് ഇങ്ങനെ ഒരു വീട്ടിലാ താമസിച്ചേ.
എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോഴേ ആ കാലത്ത് പോവർട്ടി ഉണ്ടായിരുന്നു. ആ കാലത്ത് പോവർട്ടി ഉണ്ടായിരുന്നാലും നിങ്ങൾ ആ ഫോട്ടോയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്തൊരു ഹംബിൾനെസ് ഫീൽ ചെയ്യണ. ആ സമയത്തെ പ്രാർത്ഥന പവർഫുൾ ആയിരുന്നു കേട്ടോ. ആ സമയത്തെ ഫെയ്ത്ത് ആഴങ്ങളിലുള്ളതായിരുന്നു. അവർ ജെന്യൂൻ ആയിരുന്നു. അതിനൊരു സംശയവും എനിക്കില്ല. കാരണം എൻ്റെ ഫോർഫാദേഴ്സ് ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. എൻ്റെ പപ്പായുടെയും എൻ്റെ മമ്മിയുടെയും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. എനിക്ക് ഇങ്ങനെയൊരു വീട്ടിലേക്ക് താമസിക്കാനായിട്ട് സമയം കിട്ടി, അവസരം കിട്ടി. ആരുടെ പ്രാർത്ഥനയാ? എൻ്റെ ഫോർഫാദേഴ്സിൻ്റെ പ്രാർത്ഥന. നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തോണം കേട്ടോ. ഇതൊക്കെ ഈ ഒരു എക്സ്പീരിയൻസിനെ ഒന്ന് റീകളക്ട് ചെയ്തോണം. ഇത് എൻ്റേതാ പറയുന്നത്, നിങ്ങളെക്കുറിച്ചൊന്നും അല്ല. കാരണം ആ സ്മൈലി കണ്ടോ? ആ സ്മൈലി കൈ പിടിച്ചിരിക്കുന്ന കണ്ടോ? ഡോളേഴ്സ് ആരാ തരുന്നതെന്നറിയോ? എൻ്റെ അപ്പ അമ്മയാ. കാരണം എൻ്റെ അപ്പനും അമ്മ അമേരിക്കയില. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചേ അല്ല, ഞാൻ എന്നെക്കുറിച്ചാ പറയണേ. ഈ പ്രസംഗം ഞാൻ എഴുതുമ്പോഴല്ല എന്നെക്കുറിച്ചുള്ള ചിന്തകൾ, അത് നിങ്ങളോട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ആയ സമയത്ത് നമ്മൾ വെൽ പോളിഷ്ഡ് ആയി. റോബിൻ ചാപ്ലൈൻ ഈസ് വെൽ പോളിഷ്ഡ്. Well polished by wealth, well polished by knowledge. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, അന്നത്തെ കാലത്തെ ഒരു സാക്ഷ്യം, ഒരു ടെസ്റ്റിഫൈസ് ഇന്ന് റോബിനെ നിന്റെ മുമ്പിലുണ്ടോ? നിന്റെ മുമ്പിലുണ്ടോ? നമുക്ക് ആ പഴയ കാലത്തെ അവരുടെ ഒരു വിശ്വാസം നമുക്കിന്നുണ്ടോ? ഈ ഇത്രയും വെൽത്ത് ആയിട്ടുള്ളവർ, ഇത്രയും വെൽ പോളിഷ്ഡ് ആയിട്ടുള്ളവർ, അറിവിൽ നമ്മളൊക്കെ വലിയ പുള്ളികളാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വെൽ പോളിഷ്ഡ് ആയിട്ടുള്ളവർ എന്താ സാക്ഷ്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാലാമത് കൊടുക്കേണ്ടത് എന്തേ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാ. അടുത്ത് അങ്ങോട്ട് വായിക്കുമ്പോൾ വീണ്ടും യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, ഹൂ ആർ യു? നീ ആരാ? ഒട്ടനെ പുള്ളി പറയുന്ന മറുപടി ഇതാണ്, ഐ ആം ദ വോയിസ്. ഐ ആം ദ വോയിസ്. ഞാൻ ഒരു ശബ്ദമാ. എടാ ഇതെന്തോ ഈ ശബ്ദം, സൗണ്ട് എന്തോ, വാട്ട് ഈസ് വോയിസ്? എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആരുടെ ശബ്ദമാ? Whose voice is this? John the Baptist tells us the voice of Jesus Christ. ക്രിസ്തുവിന്റെ ശബ്ദമാ ഞാൻ. ക്രിസ്തുവിന്റെ ശബ്ദമാ. ഇത് പറയണമെങ്കിൽ word that gives us courage. ഞാൻ ക്രിസ്തുവിന്റെ ശബ്ദമാ എന്ന് പറയാൻ ഈ വചനം, ഈ യൂത്ത് വീക്ക് മുഖാന്തരമായി മാറണം. നമ്മുടെ കേരളത്തിലെ പിള്ളേർ പറയുന്ന ഒരു വാക്കാണ്, ഇങ്ങനെയാണ് പറയുന്നത്, ചാപ്ലൈനെ അവൻ എൻ്റെ ചങ്ക. ഓ പറയുമ്പോ ഒക്കെ എന്ത് രസാന്നറിയാവോ? ചാപ്ലൈനെ അവൾ എൻ്റെ ചങ്ക, അവൻ എൻ്റെ ചങ്ക എന്ന് പറയും. എന്നാൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഹെബ്ബാളിലെ യുവജനങ്ങളെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ക്രിസ്തു എൻ്റെ ചങ്ക പറയാൻ പറ്റുമോ? ക്രിസ്തു എൻ്റെ ചങ്ക. ഇത് പറയണമെങ്കിൽ അവന്റെ ശബ്ദമായി നമ്മൾ മാറണം. അവന്റെ ശബ്ദമായി മാറണം ഏത് ക്യാമ്പസിലും. പക്ഷേ അവന്റെ ശബ്ദമാകണമെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവൻ സാധിച്ചു തരണം. അപ്പം അയ്യോ ക്രിസ്തു ആരാന്നറിയാമോ? നമ്മുടെ ചങ്കാണ്, നമ്മുടെ എല്ലാമാണ്. പക്ഷെ ഞാനൊരു 100 വിഷയം എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 എണ്ണവും സാധിച്ചു തന്നിട്ടില്ല. അതിലൊന്നാമത്തേതാണ് ഈ സംഭവം. എൻ്റെ കല്യാണം നടന്നത്, എൻ്റെ കല്യാണ ഫോട്ടോ കേട്ടോ. ആ സമയത്തൊക്കെ മുടിയൊക്കെ തലയിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വൈഫിൻ്റെ പേരാണ് ഷൈല. 2006 നവംബർ 27 ആണ് എൻ്റെ കല്യാണം. ആ കല്യാണത്തിൻ്റെ സമയത്ത്, കല്യാണത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് തരണം. കാരണം എൻ്റെ വീട്ടിൽ അന്ന് 2 ആമ്പിള്ളാര്, എനിക്കൊരു അനിയനുണ്ട് റോയി. ഞങ്ങളുടെ പ്രാർത്ഥന ഇതായിരുന്നു, പെൺകുഞ്ഞിനെ തരണം. ശൈല പ്രാർത്ഥിക്കും ആൺകുഞ്ഞിനെ തരണം, കാരണം അവരുടെ വീട്ടിൽ പെൺപിള്ളാര് 2 എണ്ണം.
അവസാനം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് ആദ്യത്തെ ഒരു പെൺ പൈതലിനെ തന്നു. അതുകൊണ്ട് ഞാൻ പേരിട്ടു അർപ്പിത. രണ്ടാമത് എൻ്റെ വൈഫ് ക്യാരിങ് ആയപ്പം എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഉഡായിപ്പ് കയറ്റി. ഉഡായിപ്പ് പ്രാർത്ഥന. പ്രിൻസ് കോരാച്ച, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. തിരുമേനി പോലും എന്നോട് ചോദിച്ചോടാ ഇതെന്തൊരു പ്രാർത്ഥനയാണ്. ഞാൻ തിരുമേനിയോടും പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു പ്രാർത്ഥന, നിങ്ങളും ഇങ്ങനെ ഉഡായിപ്പ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇങ്ങനെയാണ് ആ പ്രാർത്ഥന: ദൈവമേ നിന്റെ ഹിതം പോലെ നടത്തിക്കോ. എന്ന് വെച്ചാൽ ആദ്യത്തെ എൻ്റെ പ്രാർത്ഥന കൃത്യ പ്രാർത്ഥനയായിരുന്നു, ആണിനെ വേണം. രണ്ടാമത്തെ വന്നപ്പം പറയാണ് നിന്റെ ഹിതം പോലെ നടത്തിക്കോ. പുള്ളിക്കാരൻ ഹിതം പോലെ രണ്ടാമത്തെ തന്നു. ഹിതം പോലെ നൽകിയത് ഇതാണ്, അനുഗ്രഹ എന്ന പേരിട്ടു. മൂന്നാമത് എൻ്റെ വൈഫ് ക്യാരിങ് ആയപ്പം ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവമേ 2 പ്രാവശ്യമൊക്കെ സഹിക്കാം, ഇനിയും എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം. ശക്തമായ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ തീവ്രത കയറിയപ്പോഴത്തേക്കിന് എൻ്റെ മൂത്ത മോൾ അടുത്ത പ്രാർത്ഥന വെച്ചു, ദൈവമേ ഞങ്ങൾക്കൊരു കുഞ്ഞാങ്ങളെ തരണം. അത് കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ പ്രാർത്ഥനയുടെ ശൈലി മാറാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതേ എന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ കൊച്ചിൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. അതുകൊണ്ട് ഞാൻ പേരുമിട്ടു ആരോൺ റോബിൻ തോമസ്. അച്ഛനാകാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എനിക്ക് അച്ഛനാവാൻ ഞാൻ പോയില്ല. അപ്പോൾ എനിക്കൊരാഗ്രഹം, എൻ്റെ മകനേലും ഒരു അച്ഛനാകണം. അതുകൊണ്ട് ഞാൻ പേരുമിട്ടു റെവറൻഡ് ആരോൺ റോബിൻ തോമസ്. എൻ്റെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹമാണ്. ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടു, റെവറൻഡ് ആരോൺ റോബിൻ തോമസ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 8 നവംബർ 2006 നമ്മുടെ TV-യിലും റേഡിയോയിലും മാത്രം കാണുന്നതായിട്ടുള്ള പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, മേരാ പ്യാരാ ദേശവാസിയും മേം 500 and 1000 നോട്ട് എല്ലാം കൂടെ കട്ട് ചെയ്ത ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ നെക്സ്റ്റ് ഡേ 9th നവംബർ 2006 എൻ്റെ മൂന്നാമത്തെ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അയ്യോ കൊച്ചമ്മ അവിടുന്ന് കണ്ണുരുട്ടുന്നത് ഞാൻ കെട്ടി, കൊച്ചമ്മ വിട്ടേക്ക്, ക്ഷമിച്ചേക്ക്. മൂന്നാമത്തേതിൻ്റെ റിലീസിങ് ഡേറ്റ് ഇസ് ദാറ്റ് നവംബർ 9th. അന്ന് രാവിലെ തിരുവനന്തപുരത്തുള്ള ജൂബിലി ഹോസ്പിറ്റലിന്റെ ICUയിൽ എൻ്റെ അപ്പൻ അങ്ങോട്ട് ഓടുന്നു, എൻ്റെ അമ്മ ഇങ്ങോട്ട് ഓടുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനീ കിടന്ന് ഓടുന്നത്? എടാ അതാ ബോയ് യുവർ ഗേൾ. ഞാൻ പറഞ്ഞു, ചുമ്മാ ടെൻഷൻ അടിക്കാതെ, ഇറ്റ്സ് ബോയ്. ഇടയ്ക്ക് എനിക്ക് ഇത്തിരി ദാഹിക്കാൻ വന്നു. ഞാൻ ആ ദാഹം വന്ന സമയത്ത് ഞാൻ വെളിയിൽ പോയി വെള്ളം കുടിക്കാൻ. തിരിച്ചു വന്ന സമയത്ത് ഒരു നേഴ്സ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടി ഇങ്ങോട്ട് വരുന്നു. അപ്പം ഞാൻ അവിടേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഹൂസ് ബേബി ഇസ് ദിസ്? ഉടനെ ആ നേഴ്സ് പറഞ്ഞു, ഇറ്റ്സ് ദ ബേബി ഓഫ് ഷൈല റോബിൻ. ഞാൻ പറഞ്ഞു, അപ്പൻ ഞാനാ, ഐ ആം ദ ഫാദർ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇസ് ഇറ്റ് ബേബി ബോയ് ഓർ ഗേൾ? അപ്പോൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചു കേട്ടോ. തിരിച്ചു പിടിച്ചപ്പം അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിളിച്ചു, ആരോൺ കൊട്ട, എനിക്ക് ദൈവം തന്നത്, എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവമാ അല്ലേ? ഉടനെ നേഴ്സ് പറഞ്ഞു, അച്ഛാ ഇറ്റ്സ് എ ബേബി ഗേൾ. സോ ഐ വാസ് ഷോക്ക്ഡ്. അന്നും എൻ്റെ മുഖത്തൊരു സ്മൈലുണ്ട് കേട്ടോ. ആൻഡ് ദെൻ സ്മൈൽ ആൻഡ് സെഡ് ദാറ്റ് ദിസ് പ്രൈസ് ദ ലോർഡ്. ഇത് അന്ന് ഞാൻ പറഞ്ഞതാണ്, പ്രൈസ് ദ ലോർഡ്. അന്നാണ് വൈകിട്ട് എനിക്കൊരു സത്യം മനസ്സിലായി, ഒരു ബിഗ് ട്രൂത്ത്. എന്താണെന്നറിയാമോ? ഇൻ ഗോഡ്സ് പ്ലാൻസ് ഐ ഡസ് നോട്ട് നോട്ട് ടു ഫോസ്റ്റർ എ ബേബി ബോയ്. എനിക്ക് ഉറപ്പിച്ചു, ഒരു ആൺകൊച്ചനെ വളർത്താൻ റോബിനെ നിനക്കറിയത്തില്ല എന്ന സത്യം അന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ദൈവം 3 പെമ്മക്കളെ നൽകി, അർപ്പിത, അനുഗ്രഹ ആൻഡ് ആരാധിക. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലെങ്കിലും ഈ ക്രിസ്തു എൻ്റെ ചങ്ക. I am the voice of Jesus Christ. ക്രിസ്തു എൻ്റെ ചങ്ക് തന്നെയാണ്. ഇത് പറയാൻ ജെറുസലേം മാർത്തോമയുടെ വകയിലെ യുവത്വത്തിന് സാധ്യമായി തീർക്കണം. Word that have life, word that became flesh and dwelling among us, word that have testifies, word that gives us courage. ധൈര്യത്തോടു കൂടെ മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദർ തെരേസയുടെ ഒരു പ്രാർത്ഥനയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Prayer is not asking. Prayer is putting oneself in the hands of God.
at his disposition and listening to his voice in the depth of our hearts. The prayer is not asking lot of Marthama youths. Nammada prarthana is asking, but prayer is putting oneself in the hands of God. Thank you, Prince Korajan. Thank you, Sanu. Thank you, dear youths. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ ഫോട്ടോസൊക്കെ കാണിച്ചത് വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ബലമായി തീരുന്നത്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വൺസ് മോർ താങ്ക് യു.